സ്നേഹബഹുമാനപ്പെട്ട ഡേവിസച്ച, കൊച്ചച്ച, സിസ്റ്റേഴ്സ്, ട്രസ്റ്റിമാരെ, ഇടവക ജനമേ, 10 വർഷം, നീണ്ട 10 വർഷം എന്ന് നമുക്ക് പറയാമെങ്കിലും ഈ 10 വർഷം നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒന്നുമല്ല. നമ്മുടെ ഈ 10 വർഷത്തിനുള്ളിൽ നമുക്ക് എന്തെല്ലാമോ ചെയ്യാൻ സാധിക്കുന്നത് അതിലപ്പുറം നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമുക്ക് നല്ല ഒരു ഇടയനെ നമുക്ക് കിട്ടിയതിനുള്ള സന്തോഷം, അതിൽ കൂടി നമ്മൾ നേടിയെടുത്ത ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി പ്രത്യാശകൾ, ഇതെല്ലാമാണ് നമ്മുടെ ഇടയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും മഹത്തായ കാര്യങ്ങൾ. 10 വർഷം കൊണ്ട് നമ്മൾ നേടിയെടുത്തത് എന്തെല്ലാമോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, അതായത് 100 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ 10 വർഷം കൊണ്ട് ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഇടയൻ ഡേവിസ് അച്ഛൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ പ്രതീകമായി നമ്മൾ നിലകൊള്ളും. നമ്മൾ 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള വെറും കല്ലും കട്ടയും ചേർത്ത ഒരു ദേവാലയമല്ല നമ്മൾ ഉദ്ദേശിച്ചതും പണിതതും. നമ്മൾ പണിതത് സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ, ഇതെല്ലാം ഒത്തുചേർന്ന ഒരു ദേവാലയം. അതാണ് നമ്മളുടെ ഒരു ഉന്നമനവും പ്രത്യാശയും ആയിരുന്നത്. അതുതന്നെയായിരുന്നു. അതുതന്നെയാണ് നമ്മൾ അന്ന് അനുവർത്തിച്ചു പോകുന്നത്. ഡേവിസ് അച്ഛൻ എന്ന ഈ സംഭവത്തെ, ഈ ഒരു അത്ഭുത പ്രതിഭാസത്തെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിച്ചാലും മതിവരില്ല എന്ന് എനിക്കറിയാം. നമ്മൾ ഇന്ന് ദേവാലയം അത്ഭുതങ്ങളുടെ കൂടാരമാണ്. നമ്മൾ ഇന്ന് നേടിയെടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് വലിയൊരു അത്ഭുതമാണ് ഇവിടെ നടന്നിരിക്കുക എന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 വർഷം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ 10 വർഷം കൊണ്ട് ചെയ്ത് തീർത്തിരിക്കുന്നത്. അത് നമ്മുടെ ഇടയൻ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, അതിനോടൊപ്പം ദേഷ്യമുണ്ട്, സാന്ത്വന വാക്കുകളുണ്ട്. എല്ലാം ഇതിനോട് കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം നമുക്ക് ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ മൂർധന്യതയിലെത്തുമ്പോഴാണ് നമ്മളുടെ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് നല്ല രീതിയിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇത്രയേറെ കാര്യങ്ങൾ നടത്തുമ്പോഴും ഒരു ദേവാലയം മാത്രം സ്വപ്നം കണ്ടു വന്ന നമ്മൾ ഇന്ന് ദേവാലയത്തിനോട് കൂടി 1 ഏക്കറിൽ കൂടുതൽ സ്ഥലം നമുക്ക് വാങ്ങാൻ സാധിക്കുക, അതിനോടൊപ്പം ഒരു പള്ളിക്കൂടം സ്ഥാപിക്കുക. പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പള്ളിക്കൂടമല്ലല്ലോ, നല്ല 6 നിലയിൽ ഒതുങ്ങിയ ഒരു പള്ളിക്കൂടം, അതിനോടകം ഒരു PU കോളേജ്. ഇതെല്ലാം നമ്മളുടെ സ്വപ്നത്തിൽ പോലും വിരിയാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ അച്ഛൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്നു. ആ അച്ഛൻ്റെ സ്വപ്നങ്ങളാണ് നമ്മളിവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതും പ്രാവർത്തികമാക്കി കഴിഞ്ഞതും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കുകളാണ് പാണാടൻസ് മാജിക്. തീർച്ചയായിട്ടും ഇതൊരു പാണാടൻസ് മാജിക് തന്നെയാണ്. ദൈവത്തിൻ്റെ ഒരു അവതാരം നമ്മുടെ മുന്നിൽ എങ്ങനെ വന്നു ഭവിച്ചുവോ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ വലിയൊരു സാന്ത്വനമാണ് ഈ പാണാടൻസ് മാജിക്. ഈ പാണാടൻസ് മാജിക് കൂടി നമുക്കറിയാം, ദൈവത്തിൻ്റെ കരങ്ങൾ അതിൽ പ്രവർത്തിച്ചു. അച്ഛൻ്റെ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചു. സ്വപ്നങ്ങൾ എന്നുള്ളത് വളരെ എല്ലാവരും സ്വപ്നം കാണുന്നു, പക്ഷേ ഡേവിസ് അച്ഛൻ കാണുന്ന സ്വപ്നങ്ങൾ ഉടനെ തന്നെ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള സ്വപ്നങ്ങളെ അച്ഛൻ കാണാറുള്ളൂ. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന, കുറച്ചു നേരം മാത്രം ഉറങ്ങുന്ന, ഒരു പ്രത്യേകത നിഴലിക്കുന്ന ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യൻ. ഡേവിസ് അച്ഛൻ നമുക്ക് കാണിച്ചു തന്ന പാതയും അതുതന്നെയാണ്. അതിനെ പിന്തുടർന്നാൽ നമ്മൾക്ക് എവിടെയും വിജയം മാത്രമേ ഉള്ളൂ. സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്ന നമ്മുടെ ഡേവിസ് അച്ഛൻ നമ്മുടെ ഇടവകയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ഈ ദേശത്തെത്തുന്നതിന് മുന്നേ 3-4 പള്ളികളിലായിട്ട് നമ്മൾ പല നാട്ടിൽ നിന്ന്, കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തിപ്പെട്ട ഒരു പറ്റം ജനങ്ങൾ.
വ്യത്യസ്തമായ ഭാഷാ ശൈലികൾ, ഇവരെല്ലാം ഒത്തിണക്കിക്കൊണ്ട് അച്ഛൻ നമ്മളെ സ്വാന്തനിപ്പിച്ച് സന്തോഷിപ്പിച്ച് അതിലുപരി നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്ന് നമ്മളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിച്ചത് ഡേവിസ് അച്ഛൻ്റെ ഒരു കാരുണ്യവും ദയയും എല്ലാം ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ എത്തിപ്പെട്ട ഈ സ്ഥലത്ത് നമ്മളറിയാതെ നമ്മൾ എവിടെയോ എത്തി എന്നുള്ളതാണ് വാസ്തവം. ഡേവിസ് അച്ഛൻ എന്ന ഈ അത്ഭുത മനുഷ്യൻ, അത്ഭുത പ്രതിഭാസം നമ്മൾക്ക് പ്രേരണയായി, തുണയായി, നമ്മളുടെ ഒരു സെൻറ് മേരീസ് ദേവാലയം എന്ന ഒരു സ്ഥിതിവിശേഷത്തെ പടുത്തുയർത്താൻ അച്ഛൻ കാണിച്ച വ്യഗ്രത ഒന്ന് വേറെ തന്നെയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുന്ന ഒരു അച്ഛനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലോകത്തെമ്പാടുമില്ലാത്ത, എവിടെയും ദർശിക്കാൻ സാധിക്കാത്ത കഥ പറയുന്ന കല്ലുകളുടെ ദേവാലയം. കഥ പറയുന്ന കല്ലുകളുടെ ദേവാലയം പലർക്കും ആദ്യമെല്ലാം ആശ്ചര്യമായി, ചിലവർക്ക് പുച്ഛമായി. പക്ഷെ ഇന്ന് ആ കഥ പറയുന്ന കല്ലുകളുടെ ദേവാലയം അന്വേഷിച്ച് വരുന്ന ഒട്ടനവധി ജനങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ കാണുക. നമ്മളുടെ ദേവാലയം അത്ഭുതങ്ങളുടെ ദേവാലയം മാറുന്നതിന് ഒരു കാരണവും അത് തന്നെയാണ്. ഒത്തിരിയേറെ സംഭവങ്ങളും കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വളരെ മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ചെറിയ തുകയല്ല, കോടാനുകോടികൾ അതിനുവേണ്ടി നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങി ഇതിനോടകം തന്നെ ഏതാണ്ട് 70 കോടിയിലധികം രൂപ നമ്മൾ സമാഹരിച്ച് ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. തുച്ഛം എമൗണ്ട് മാത്രമേ നമ്മൾ ബാങ്ക് ലോണായിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ജനങ്ങളുടെ കാശുകൊണ്ട്, ജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ദേവാലയം. നമ്മളെവിടെയും ഒരു കോൺഗ്രിഗേഷനോ അല്ലെങ്കിൽ ഒരു രൂപതയോ ഒരു മറ്റു പള്ളികളോ ഒന്നും നമ്മൾക്ക് സംഭാവനയായി തന്നിട്ടില്ല. നമ്മൾക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ജനങ്ങളിൽ നിന്ന് നമ്മൾ ശേഖരിച്ച തുക, അവർ തന്നെ ഇങ്ങോട്ട് തന്നിരിക്കുന്ന ഒരു തുക, അല്ലാതെ നമ്മുടെ ഇടവക ജനങ്ങൾ സ്വരൂപിച്ച തുക, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ ഭീമമായ തുക ഈ 10 വർഷം കൊണ്ട് നമുക്കുണ്ടാക്കാൻ സാധിച്ചത്, നമ്മളിവിടെ ചെലവഴിച്ചത്. അത് ശരിക്ക് നമ്മൾക്ക് നെഞ്ചിലേറ്റ് പറയുവാൻ സാധിക്കും. അത്രയേറെ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള സത്യത്തെ, ആ പരമാർത്ഥത നമ്മൾ എന്നും മനസ്സിലാക്കണം. ഡേവിസ് അച്ഛൻ നമ്മൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പറയുന്നതോടൊപ്പം നമ്മൾക്കും അതിനെ കൊണ്ടു നടത്തുവാനും നമുക്കൊരു പ്രചോദനമാണ്. കാരണം ഉറങ്ങാതെ, വിശ്രമിക്കാതെ, ഭക്ഷണമില്ലാതെ ഡേവിസ് അച്ഛൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനൊപ്പം തന്നെ നിലകൊള്ളുന്നു എന്നുള്ളത് സത്യം തന്നെ. അധികം താമസിയാതെ തന്നെ അച്ഛൻ CMI സഭയുടെ തന്നെ ക്രൈസ്റ്റ് അക്കാഡമിയിലെ ലോ കോളേജിൻ്റെ പ്രിൻസിപ്പളായി ചാർജ് എടുക്കുകയാണ്. ആദ്യകാലങ്ങളിൽ 40-48 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് അച്ഛൻ വളരെയധികം കഷ്ടതകൾ സഹിച്ച സമയങ്ങളായിരുന്നു ആദ്യമെല്ലാം. അതിനുശേഷം ആണ് പൂർണ്ണമായും ഒരു കൊച്ചച്ഛനെ നമുക്ക് കിട്ടുകയും അതിനുശേഷം അച്ഛൻ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മാത്രം ഇവിടെ വരികയും ബാക്കിയുള്ള സമയങ്ങളെല്ലാം കൊച്ചച്ഛന്മാരെ ചാർജ് എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ആ സമയങ്ങളിൽ കൂടി അച്ഛന് ഊണും ഉറക്കമില്ലാതെ ഈ കോളേജിൻ്റെ കാര്യങ്ങൾ കൂടാതെ ദേവാലയത്തിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി അതിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാൻ അച്ഛന് സമയം കണ്ടെത്തി എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. അതിനോടൊപ്പം അച്ഛൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ ഇടവകയിലെ ജനങ്ങളെ ഒന്നടങ്കം ചേർത്ത് നിർത്തുവാനും അതുപോലെ തന്നെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനും അച്ഛന് സാധിച്ചു എന്നുള്ളത് പറയേണ്ട ഒരു വസ്തുതയാണ്. കാരണം മറ്റുള്ള ദേവാലയങ്ങളിലൊന്നും കാണാത്ത, നമ്മൾ ഇതുവരെയും ദർശിക്കാത്ത ഒരു സംഭവങ്ങളാണ് നമ്മുടെ ഈ ദേവാലയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കണ്ടു കഴിഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ. കാരണം ഒരുപാട് കാര്യങ്ങൾ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നു. ദശാബ്ദി ബിൽഡിംഗ് പ്രൊജക്റ്റ്, ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് 10 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുവാൻ സാധിക്കുന്ന നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ചുക്കാൻ പിടിക്കാനും ഡേവിസ് അച്ഛൻ ദിവസവും പല പ്രാവശ്യം ഫോണിൽ കൂടിയും അല്ലാതെയും വീഡിയോയിൽ കൂടിയും ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ അച്ഛനെ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതും ഇതിൻ്റെ ഒരു വസ്തുതയാണ്. അതിനോടകം തന്നെ എനിക്ക് പറയാനുള്ളത്,
നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കൊച്ചച്ചന്മാർ ഇവിടെ സേവനം ചെയ്തിട്ടുള്ള വർഗീസച്ചൻ, സെബിനച്ചൻ, ജസ്ബിനച്ചൻ, ആൽബിനച്ചൻ, പ്ലസനച്ചൻ, ഇപ്പോൾ ഇതാ റസ്റ്റിനച്ചൻ, ഇവരുടെ എല്ലാം സേവനങ്ങൾ ചെറുതല്ല, വളരെ വലുതാണ്. ഈ ദേവാലയവുമായി അകമഴിഞ്ഞ അഭേദ്യമായ ബന്ധം ഇവർക്കെല്ലാം നമുക്കുണ്ട്. അതിനോടകം തന്നെ മാലാഖിയ എന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്ന നമ്മുടെ സിസ്റ്റർ റോസ്മിൻ, അതേപോലെ തന്നെ ബ്രദർ ലിയോ, ഇവരെല്ലാം നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു അന്നത്തെ കാലങ്ങളിലെല്ലാം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രദേഴ്സ് ഇന്ന് വലിയ വലിയ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബ്രദേഴ്സ് അച്ഛൻ്റെ സേവനങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. അവരെയും നമ്മൾ ഈ സമയം നമ്മൾ ഓർക്കുന്നു. നമുക്കറിയാം ഡേവിസ് അച്ഛന് നമുക്ക് കിട്ടിയത് തട്ടിൽ പിതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഈ സമയം അന്ന് തട്ടിൽ പിതാവ് നമുക്ക് രൂപതയില്ലാത്ത സമയത്ത് തട്ടിൽ പിതാവ് ഇവിടുത്തെ അപ്പസ്തോലിക് വിസിറ്ററായിരുന്നു. ആ വിസിറ്ററുടെ പദവി വെച്ചുകൊണ്ടാണ് നമ്മൾ അന്ന് തട്ടിപ്പിതാവിനെ സന്ദർശിക്കുകയും തട്ടിപ്പിതാവിൽ കൂടി ഡേവിസ് അച്ഛനെ നമുക്ക് സ്വന്തമാക്കുകയും ചെയ്തത്. അതിനുശേഷം നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അന്നും ഇന്നും ഡേവിസ് അച്ഛൻ ഒരു അത്ഭുത പ്രതിഭാസമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സെൻറ്റ് മേരീസ് സീറോ മലബാർ ട്രസ്റ്റ് എന്ന സംഘടനയാണ് വളർന്നു വലുതായി ഇന്ന് ഈ രൂപം കൊണ്ടിരിക്കുന്ന സെൻറ്റ് മേരീസ് ചർച്ചായി രൂപാന്തരപ്പെട്ടത്. അന്ന് 12 പേരടങ്ങുന്ന ഒരു ആത്മായ സമൂഹവും എടത്തിക്കാവിൽ അച്ഛൻ എന്ന ഒരു വൈദികനും അടങ്ങുന്ന ആയിരുന്നു അന്നത്തെ ഞങ്ങളുടെ ട്രസ്റ്റ്. അതിന് മുന്നേ ടോമി കാട്ടാമ്പള്ളി അച്ഛനും അതേപോലെ തന്നെ ജോഷി പാറന്തോട്ടത്ത് അച്ഛനും ഇതിന് വഴിത്തിരിവിന് കാരണമാക്കിയവരാണ്. അവരെയും നമ്മൾ ഈ ഒരു സമയത്ത് വളരെയധികം ഓർക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ CMI സഭ നമ്മൾക്ക് തന്ന ഏറ്റവും വലിയ വരദാനമാണ് ഡേവിസ് അച്ഛൻ. റവറൻഡ് ഡോക്ടർ ഡേവിസ് പാണാടൻ CMI എന്ന ഈ അച്ഛനെ നമ്മൾ അടുത്തറിയുന്നതും സ്നേഹിക്കുന്നതും ഈ CMI സഭ നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ ഒരു ഔദാര്യമായി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. 2015 ഒക്ടോബർ 10 ഡേവിസ് അച്ഛൻ എൻ്റെ വീട്ടിലായിരുന്നു ആദ്യം സന്ദർശനം നടത്തിയത്. അന്ന് വചനം നമ്മൾക്ക് തുറന്ന് കിട്ടിയപ്പോൾ കിട്ടിയ സന്ദേശം അത് ഇന്നും വലിയൊരു വചനം തന്നെയാണ്. കാരണം യാക്കോബിൻ്റെ ശക്തനായവന് ഒരു ആലയം ഉണ്ടാകുന്നതുവരെ ഞാൻ വീട്ടിൽ പ്രവേശിക്കുകയോ കിടക്കിൽ ശയിക്കുകയോ ചെയ്യില്ല. കണ്ണുകൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ നൽകുകയില്ല എന്നുള്ള ആ വചനം ഇന്നും പ്രാവർത്തികമാക്കി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛനും അത് വലിയൊരു സത്യമായ കാര്യം തന്നെയായിരുന്നു. അച്ഛൻ എടുത്ത വചനം എനിക്ക് ഇന്നും വളരെ അതിശയം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഒരു മാസങ്ങൾക്ക് ശേഷം 2015 നവംബർ 10 കറക്റ്റ് ഒരു മാസം കൊണ്ട് അന്നത്തെ 10 ആയിരുന്നു കരിയിൽ പിതാവ് തൊട്ട് ആശീർവദിച്ച് നമ്മൾക്ക് തന്ന നമ്മുടെ അന്നത്തെ ദേവാലയം. അന്ന് ദേവാലയമായി ഉയർന്നിട്ടില്ല, നമ്മൾക്ക് ഒരു സെൻറ്റർ മാത്രമായിരുന്നു അത്. അങ്ങനെ നമ്മൾ വളർന്നു വന്തലിച്ച് ഇന്ന് ഈ ലെവലിലെത്തി. അതിനുശേഷം പിന്നത്തെ വർഷം മാർച്ച് 19 രണ്ടാമത്തെ നമ്മുടെ ദേവാലയം വെഞ്ചരിച്ച് കരിയിൽ പിതാവ് തന്നെ നമുക്ക് തരികയുണ്ടായി. അതിനുശേഷം 2021 ജൂലൈ 18 ഇടയന്തരത്തി പിതാവ് നമ്മുടെ ഈ കാണുന്ന മനോഹരമായ ദേവാലയം ആശീർവദിച്ച് നാടിന് സമർപ്പിച്ചു. അത് നമുക്ക് എന്നും ഓർത്തിരിക്കാൻ, സന്തോഷിക്കാൻ, അത്ഭുതങ്ങൾ കൈമാറാൻ, അത്ഭുതങ്ങൾ മാത്രം കൊള്ളുന്ന ഒരു ദേവാലയം മാറാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്നു. ഇതിനോടൊപ്പം തന്നെ മാറി മാറി വരുന്ന നമ്മുടെ ട്രസ്റ്റുമാർ, കുടുംബ കൂട്ടായ്മയിൽ ഭാരവാഹികൾ, അതേപോലെ തന്നെ ദേവാലയത്തിൻ്റെ
സെക്രട്ടറിമാർ, KSKSൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നു വേണ്ട നമ്മുടെ ഈ ദേവാലയത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യ മക്കളെ നമ്മൾ ഇതിനോടകം തന്നെ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി എന്തെല്ലാമോ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഇടവയ്ക്ക് വേണ്ടി എന്തെല്ലാമോ ചെയ്തു എന്നുള്ളതൊരാശ്വാസം അവർക്കും നമുക്ക് കാണുവാൻ സാധിക്കും. മേലിലും നമ്മുടെ ഇടവക ജനം എവിടെയും കാണാത്ത, ദേവാലയങ്ങളിൽ എന്നും ദർശിക്കാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരാണ്. നമുക്കറിയാം, നമ്മുടെ ദേവാലയത്തിൽ ഇന്നേ വരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതും ഒരു നേട്ടം തന്നെയാണ്. അതുപോലെ തന്നെയാണ് സ്കൂൾ ട്രസ്റ്റിമാർ. സ്കൂളിന് വേണ്ടി സേവനം ചെയ്യാൻ മുന്നോട്ട് വന്ന അവരെയും വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. 4-5 ഫാമിലികൾ സ്കൂളിന് വേണ്ടി അവരുടെ വീട് പണയപ്പെടുത്തി ലോൺ എടുത്ത് സഹായിച്ച ഒരു പറ്റം മനുഷ്യർ. ഇതെല്ലാം ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്നേഹവും സന്തോഷവും നമ്മുടെ ഇടവകയോടും ഇടവക കൂട്ടായ്മയോടും തോന്നുന്നില്ലേ? അങ്ങനെ നമുക്ക് ഈ സ്ഥലം തന്ന ഗീത മാഡം, പരമഹംസ റെഡ്ഡി അവരെയും ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. നമുക്ക് ഇത്രയും നല്ലൊരു സ്ഥലം നേടിത്തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിൽ ഒരുപാട് അഭിമാനിക്കാം, സ്നേഹിക്കാം. അതേപോലെ നമ്മുടെ ഈ ഇടവയ്ക്ക് വേണ്ടി എന്തെല്ലാമോ ചെയ്തു തന്നിട്ടുള്ള ഒരുപാട് ജനങ്ങൾ, ഒരുപാട് മനുഷ്യർ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ, ഒരുപാട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് നമുക്ക് വേണ്ടി സേവനം ചെയ്തിട്ടുള്ള, സാമ്പത്തികമായും ശാരീരികമല്ലെങ്കിലും പ്രാർത്ഥനയുടെയും അവർ നമുക്ക് നേടിത്തന്ന ഒരുപാട് ഗുണഗണങ്ങൾ നമുക്ക് ഒരു മുതൽക്കൂട്ടായി ഇവിടെ പരിണമിക്കുന്നു. സ്നേഹവും സന്തോഷവും സമാധാനവും നിലകൊള്ളുന്ന നമ്മുടെ ഈ ഭൂമിയിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി വരുവാനും ആശീർവദിക്കുവാനും നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുന്നു. അതേപോലെ തന്നെ ഡേവിസ് അച്ഛൻ്റെ മാതാക്കളെ ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇത്രയും നല്ല ഒരു ഇടയനെ നമുക്ക് തന്നതിന് ഓർത്ത് നമ്മൾ വളരെയധികം അവരുടെ ആത്മാക്കളോട് പ്രാർത്ഥിക്കുന്നു. ഇനിയും നമ്മുടെ അച്ഛൻ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയരുവാനും നമ്മുടെ ഈ ദേവാലയം, ഈ ഇടവക ഒരു വലിയൊരു സംഭവമായി മാറ്റുവാനും അച്ഛന് സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് നമ്മുടെ ഇടവക ജനങ്ങളോട് നല്ലൊരു സന്ദേശം ഞാൻ കൊടുത്തു എന്ന പ്രത്യാശയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സ്നേഹത്തോടെ MJ വിൽസൺ ആൻഡ് ഫാമിലി.